അപ്പോൾ ഇന്നൊരു പ്രത്യേകിച്ച് ഇൻട്രോയുടെ ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നണം. കാരണം ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണോ എൻ്റെ ലൈഫിൽ നടക്കുന്നത് അതെല്ലാം നിങ്ങളൊന്ന് കാണാൻ പോവാണ്. ത്രൂ ഔട്ട് ഈ ഒരു ദിവസം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും, എന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇന്ന് ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണാൻ പോവാണ്. ഞാനപ്പോൾ ഇന്നലെ നൈറ്റ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പ്ലാനറിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇതിന് മുന്നേ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം. ഞാൻ എൻ്റെ മിക്ക കാര്യങ്ങളും ചെയ്തു വെക്കാനുള്ളത് ഇതിലേക്ക് എഴുതി വെക്കും, മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഇന്ന് എണീറ്റപ്പോൾ ഏകദേശം 9 മണിയായിട്ടോ, നല്ല ലേറ്റായി. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് വൈകിട്ടാണ്. നിങ്ങൾക്ക് അറിയാമല്ലേ, രാവിലെ നല്ല തണുപ്പാണ്, ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. നല്ല മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നല്ല സുഖമാണ് കിടന്ന് ഉറങ്ങാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങോട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എനിക്കൊന്ന് പോയിട്ട് കുളിക്കണം. തല നനച്ച് ഞാൻ കുളിക്കുന്നില്ല കേട്ടോ. കാര്യം ഇന്നലെ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഹെയർ ഒന്നും വാഷ് ചെയ്യണില്ല, ജസ്റ്റ് പോയിട്ട് മെയിൽ എടുക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കാണാം. ഞാനപ്പോൾ മേലൊക്കെ കഴുകിയിട്ട് വന്നു, ഡ്രസ്സൊക്കെ എടുത്തിട്ടു. ഈ ഡ്രസ്സ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കാര്യം ഞാൻ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് വീട്ടിലിടാനുള്ള ഡ്രസ്സുകളൊന്നുമില്ല, എനിക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകൾ മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുക. എനിക്ക് അവസാനം ബോറടിച്ചു. അങ്ങനെ ഞാൻ ആമസോണിൽ നിന്ന് ഇതും കുറച്ച് വേറെ 2-3 ഡ്രസ്സുകളും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലിടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് 300 രൂപയുള്ള ഈ ഒരു ഡ്രസ്സിന് ആമസോണിൽ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ലിങ്ക് കാര്യങ്ങൾ താഴത്ത് കൊടുക്കട്ടെ, അപ്പോൾ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടു. ഇപ്പം നല്ല ഡ്രസ്സാട്ടോ, നല്ല ബനിയൻ സ്റ്റഫാണ്, നമുക്ക് വീട്ടിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ്. അത്യാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്നീക്കേഴ്സിൻ്റെ കൂടെ പുറത്തേക്കും ഇത് സ്റ്റൈൽ ചെയ്യാം. അങ്ങനത്തെ ഒരു ടൈപ്പ് നല്ലൊരു ഡ്രസ്സാണ്, എലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ വേസ്റ്റ് അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രസ്സ് ഞാൻ എടുത്തിട്ടു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കണം, രാവിലത്തെ ഭക്ഷണം കഴിക്കണം. എനിക്ക് തോന്നുന്നു ഇഡ്ഡലി രാവിലെ പറയണ കേട്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി ആയിരിക്കും മിക്കവാറും ഒന്ന് കഴിക്കാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇഡ്ഡലി എടുത്ത് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് ഒക്കെ ഞാൻ വരുമ്പോൾ പറയട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. രാവിലത്തെ ഇഡ്ഡലിയാണെന്ന് തോന്നുന്നു, അപ്പോൾ ഇഡ്ഡലി കഴിക്കട്ടെ. ഇന്നിപ്പോൾ കഴിക്കാനായിട്ട് ഇഡ്ഡലി തന്നെ കേട്ടോ. എൻ്റെ ഊഹം കറക്റ്റ് ആയിരുന്നു, ഇഡ്ഡലി തന്നെയാണ്. ഞാൻ രാവിലെ ഇങ്ങനെ പറയണ കേട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഡ്ഡലിക്ക് സാധാരണ ചമ്മന്തി കഴിക്കണേക്കാളും എനിക്ക് സാമ്പാറാണ് ഇഷ്ടം. എനിക്ക് സാമ്പാറും ഇഡ്ഡലിയും കൂടിയാണ് ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, രാവിലെ എണീറ്റ് ഞാൻ പണി ചെയ്യാറൊന്നുമില്ല, അതൊക്കെ അമ്മയാണ് ചെയ്യണത്. അപ്പോൾ അമ്മ ഇഡ്ഡലി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും എടുക്കാം നമുക്ക്. അത്രയും സാധനങ്ങളും കൂടി ഞാൻ ഇഡ്ഡലി കഴിക്കട്ടെ. ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇഡ്ഡലിയാണ് കഴിച്ചത്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കുന്ന ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മേടിച്ച സംഭവങ്ങളൊക്കെ ഒരു 10 മിനിറ്റ് മുന്നേ എനിക്ക് കൊറിയർ വന്നിട്ട് ഡെലിവേർഡ് ആയി. ഞാൻ മേടിച്ച കുറച്ച് ഡ്രസ്സുകളും അതുപോലെ തന്നെ കുറച്ച് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് വന്ന സംഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. പെർഫെക്റ്റ് ടൈമിലാട്ടോ, 2 കൊറിയർ പഠിപ്പിച്ച് വന്നു, 10 മിനിറ്റിന് മുന്നേ വന്നു. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റി. അപ്പോൾ തന്നെ സാധനങ്ങൾ വന്നോണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ ചൂടോടെ തന്നെ അൺബോക്സ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേ നമുക്ക് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം, എന്തൊക്കെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാട്ടോ. എപ്പോഴും നിങ്ങൾക്ക് ഹോൾസ് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒരു ദിവസത്തിൽ ഞാൻ കൂടുതലും ചെലവഴിക്കുന്ന എൻ്റെ റൂമിൽ തന്നെയാണ് കേട്ടോ. മിക്ക കാര്യങ്ങളും എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാനുള്ളതായിരിക്കും. എന്തെങ്കിലും എഴുതാനുണ്ടാവും, നമ്മുടെ കണ്ടന്റ് ആലോചിക്കാനുണ്ടാവും. മിക്കതും ഞാൻ എൻ്റെ റൂമിൽ വന്നിട്ടാണ് ഇരിക്കാറ്. എനിക്ക് ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ്. നമ്മുടെ വീട്ടുകാരെയും അവർക്കും ഒരു ഇത് കൊടുക്കണമല്ലോ. ഞാനപ്പോൾ ഈ ക്യാമറയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ നേരത്ത് അവർക്കും വന്നിട്ട് പെരുമാറാനൊക്കെ ഫ്രീ ആയിട്ട് പെരുമാറാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ സമയം വീഡിയോ എടുക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ എൻ്റെ റൂമിൽ വന്നിരിക്കും. അല്ലാണ്ട് ജസ്റ്റ് ചായ കുടിക്കാൻ കാര്യങ്ങൾ അങ്ങനത്തേനൊക്കെയാണ് ഞാൻ ഹോളിലേക്കും കാര്യങ്ങളും പോവാറ് മിക്ക ദിവസം വീട്ടിലുണ്ടാവാറില്ല എന്നുള്ള സത്യം. ലോക്ക്ഡൗൺ ആയാൽ പിന്നെയാണ് ഇത്രയും കൂടുതൽ വീട്ടിലിരിക്കാൻ തുടങ്ങിയത്. മിക്ക ദിവസം എന്തെങ്കിലുമൊക്കെ പരിപാടി, ഷൂട്ട് കാര്യങ്ങൾ, ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് പുറത്തേക്ക് പോലെ പരിപാടി. ഇപ്പോൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ വീട്ടിലായതുകൊണ്ടിട്ട് വീടിന്റെ പരിസരത്തൊക്കെ ആയതുകൊണ്ട് സുഖമാണ്. ഞാൻ മിക്ക സമയം എൻ്റെ റൂമിലാണ് ഇരിക്കാറ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു പാക്കേജിൽ എന്താണുള്ളതെന്ന് നോക്കാം. ഇതെനിക്ക് അറിയാട്ടോ, ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ചേട്ടന്റെ കൊറിയറാന്ന് പറഞ്ഞ ചേട്ടൻ മാറി തുറന്നതാട്ടോ ഇത്. അപ്പം ആ സംഭവം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി തന്നെ.
നല്ല ഭംഗിയുള്ള ഒരു മാലയാട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ ക്ലോസപ്പ് ഷോട്ട് സൈഡിൽ കൊടുക്കാം. നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്. നമുക്ക് ത്രയംബക ബുട്ടീക്ക് അയച്ചു തന്നാണ് കേട്ടോ. അടിപൊളിയാണ്. ത്രയംബക ബുട്ടീക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റോറാണ്. അവർക്ക് ഇപ്പോൾ ഒരു ജ്വല്ലറി സ്റ്റോറും കൂടി ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാലോ. ത്രയംബകയിൽ അയച്ചു തന്നാണ്. എനിക്ക് ഇതിന് മുന്നേ ഒരു ഓർഗൻസ് സാരി എൻ്റെ മൂന്നാർ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, പൊക്കത്തിൽ ലിങ്ക് ചെയ്യാം. ആ മൂന്നാർ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഓർഗൻസ് സാരി എനിക്ക് ത്രയംബകയിൽ തന്നെയായിരുന്നു. അപ്പൊ അവരുടെ പുതിയൊരു ചെയിനാണ്. നല്ല ഭംഗിയുള്ള ചോക്കറാട്ടോ. കഴുത്തിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ടൈപ്പ് ഒരു ചോക്കറാണ്. നല്ല ബ്ലാക്ക് മെറ്റലിൽ ഒത്തിരി ഏറെ ബ്ലൂവും ഗ്രീനും കൂടി ആയിട്ടുള്ള സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ചോക്കറാണ്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ചെയിൻസ് കേട്ടോ. എപ്പോഴും പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്ക് നമ്മുടെ നെക്കിനോട് ചേർത്തൊക്കെ ഇടാനായിട്ട് വളരെ നല്ലതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഇതിന് കമ്മലും കൂടി ഉണ്ട് കേട്ടോ. സെറ്റ് ആണ്. അപ്പൊ അത്യാവശ്യം നമ്മളിത് ഇട്ട് കഴിയാൻ നേരം നല്ല ഹെവി ലുക്ക് ആയിരിക്കും. ഒരു ഫുൾ ബ്ലാക്ക് ഔട്ട്ഫിറ്റിന്റെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഇയറിംഗും ഇതിന് വന്നിട്ടുണ്ട്. ഉണ്ടോ? നല്ലൊരു ഫുൾ സെറ്റാണ് കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനത്തെ സെറ്റുകൾ ഉപയോഗിക്കാത്ത, പക്ഷെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഫോട്ടോഷൂട്ടിന് അതുപോലെ നമുക്ക് ഒരു ഹെവി ലുക്കിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. കമ്മല് മാത്രമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇടാം, അല്ല മാലയുടെ കൂടെ വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മുടെ ത്രയംബകയിൽ അയച്ച ഫസ്റ്റ് ഐറ്റം. പിന്നെ ത്രയംബകയിൽ അതിന് സെക്കൻഡ് ഐറ്റം ഉണ്ട്. ഞാൻ തുറന്നിട്ടില്ല. അതെനിക്കിപ്പോൾ കുറച്ച് മുന്നേ വന്നിട്ടുള്ളൂ. ഞാൻ മേടിച്ചതാണ് കേട്ടോ സ്റ്റോറിൽ നിന്ന്. ഇതെനിക്ക് അവർ അയച്ചു തന്നാണ്. റിവ്യൂ ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അയച്ചു തന്നാണ് ഈ ഒരു മാല. പിന്നെ ഇത് ഞാൻ മേടിച്ചതാണ് ത്രയംബകയിൽ. ഞാൻ കാണിച്ചത് ഇത് നല്ല ഭംഗിയുള്ള ഒരു മാലയാട്ടോ. എനിക്കിതിന്റെ കളർ കോമ്പിനേഷൻ ആണ്. കാരണം ഇപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ ആയിട്ട് ഒബ്സസ്ഡ് ആണ് കേട്ടോ. ഞാൻ ത്രില്ലടിപ്പിക്കാനുള്ള കാണിച്ചു തരാം എന്താണ് സംഭവം എന്നുള്ള. അടിപൊളി പാക്കേജ് ആണ് കേട്ടോ. ഒത്തിരി റാപ്പ് ചെയ്തിട്ട് വന്നേക്കുന്നത്. സൂപ്പർ കളർ കേട്ടോ. ഓറഞ്ചും പിങ്ക് ഷെയ്ഡും കൂടിയുള്ള ഒരു ചോക്കറാണ്. ഇതുണ്ടോ? അടിപൊളിയായിട്ടില്ലേ? ത്രെഡാണ്. നമുക്ക് ഇഷ്ടത്തിന് കെട്ടിയും വെക്കാം. വാവ്, ഇത് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു മാല അടിപൊളിയായിട്ടുണ്ട്. ഇത് രണ്ടും കൂടി പെരയാനത്ത് അടിപൊളിയായിട്ടുണ്ടോ. ഇതാണ് ത്രയംബക എന്നുള്ള സെക്കൻഡ് ഐറ്റം. ഇനി മാമത്തിന്റെ ആണ് കേട്ടോ. മാസ്ക് ആണ്. ഇത് എനിക്ക് അയച്ചു തന്നത് നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയാ. ഇത് 10 മാസ്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെ 3 ഉള്ളൂ. ബാക്കി ഞാൻ എല്ലാവർക്കും ആയിട്ട് കൊടുത്തു. പല ആൾക്കാർക്ക് കൊടുത്തു. വീട്ടിൽ വന്ന ഫ്രണ്ട്സിന് ഞാൻ കൊടുത്തു. അങ്ങനെ കുറെയൊക്കെ അങ്ങനെ ഇങ്ങനെ കൊടുത്തത് മാമത്തിന്റെ ആണ്. ഒരു നല്ലൊരു കോഴ്സിന് വേണ്ടി അയച്ചു തന്നാണ്. ഇങ്ങനത്തെ 10 എണ്ണം കേട്ടോ വന്നത്. അപ്പൊ ഇതാണ് അടുത്ത ഐറ്റം. ഇത് നമ്മളുടെ ബ്യൂട്ടി വിത്തിൻ മലയാളം ചാനലിൽ അജി ചേച്ചിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോർ ഉണ്ട്, തിങ്കൾ ഫാഷൻ ബേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതും ഇങ്ങനത്തെ ജ്വല്ലറി സ്റ്റോർ തന്നെയാണ്. അവിടെ നമുക്ക് അയച്ചു തന്ന 2-3 ഇയറിംഗ് ആണ് കേട്ടോ. 2 ഇയറിംഗ് ഉണ്ട്. 2 സ്റ്റോണും വന്നിട്ടുണ്ട്. അറ്റത്ത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ സ്റ്റോണും ഇതിനുണ്ട്. നന്നായിട്ടുണ്ട്. ഇത് പ്യുവർ സ്റ്റോൺ ആണ് കേട്ടോ. ഈ 2 ഹാങ്ങിങ്ങും പ്യുവർ സ്റ്റോൺ ആണ്. താഴത്ത് വന്നിരിക്കുന്ന ജസ്റ്റ് സ്റ്റഡ് പോലെ നല്ല ഭംഗിയുള്ള ഡിസൈനും ഉണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഇയറിംഗ്. പിന്നെ രണ്ടാമത്തെ ഇയറിംഗ് ആണ് എനിക്ക് ഇതിനേക്കാളും ഇഷ്ടമായത്. നല്ല ഒരു റോയൽ ബ്ലൂ കളർ ആണ് ഇതിന്റെ സ്റ്റഡിന്റെ വന്നിരിക്കുന്ന ആ ഒരു കല്ലിന്റെ കളർ. താഴത്ത് ഇങ്ങനെ മാറ്റ് ഡിസൈൻ ഉള്ള നല്ല രസത്തിലുള്ള ഒരു ഡിസൈനും പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ട്രഡീഷണലും ഫ്യൂഷനൊക്കെ ചേരുന്ന പോലത്തെ ഇയറിംഗ് തന്നെയാട്ടോ ഇത്. കുറച്ചു നേരം ഇനി ഒരു ബുക്ക് വായിച്ചു ഒന്ന് ചില്ല് ചെയ്തിരിക്കണം. ഇത് റോബിൻ ശർമ്മയുടെ ദ മോങ് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന് പറയുന്ന ബുക്കാണ്. ഞാൻ കോളേജ് ടൈമിലൊക്കെ ആയിരുന്ന സമയത്ത് ഒത്തിരിയേറെ ഇങ്ങനത്തെ ബുക്സ് വായിക്കുമായിരുന്നു കേട്ടോ. നമുക്കറിയാം ഈ ബുക്സ് വായിക്കുന്നത് അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ലതാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പറയാം എവിടെ പോയാലും ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ്. നമുക്കിപ്പോൾ ഒരു അറിയാത്ത ആളോട് സംസാരിക്കണം, വേറൊരു നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമുണ്ട്. അതുപോലെ നമുക്ക് കോൾസ് കാര്യങ്ങളൊക്കെ ഈവൻ ഇപ്പോൾ നമ്മൾ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചാൽ കൂടി നമുക്കത് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഹിന്ദി അറിയണം. അപ്പോൾ ഇംഗ്ലീഷാണ് എപ്പോഴും യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. നമുക്ക് എവിടെ പോയാലും നമുക്ക് ഇംഗ്ലീഷ് കൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ബുക്കുകൾ കാര്യങ്ങളൊക്കെ വായിക്കുക. പിന്നെ അതുപോലെ തന്നെ കാര്യം പറഞ്ഞത്, അപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചത്, ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ യൂട്യൂബേഴ്സിന്റെ വീഡിയോസിലൊക്കെ അവർ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. വളരെ നല്ലൊരു സംരംഭം ഉണ്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്ക് വാട്സാപ്പിൽ കൂടി എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളൊരു വ്യത്യസ്തമായ ഒരു ഐഡിയയും കൊണ്ട് വന്നിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെയാണ്, എല്ലാം വെറുതെ കുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നമ്മൾ എന്തെങ്കിലും ലേൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇവർക്ക് മെയിനായിട്ട് ഇവർ കൊടുക്കുന്ന പ്രാക്ടിക്കൽ സെഷൻസ് ആണ്. ഞാനിപ്പോൾ കോളേജിൽ പോയിക്കൊടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ തന്നെ ഇംഗ്ലീഷായിരുന്നു ഞാൻ ലിറ്ററേച്ചറിന്റെ കുറേ പേപ്പേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ വന്ന് ക്ലാസ് എടുക്കാൻ നേരത്ത് ബോറാണ്. അതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തരത്തിലൊക്കെ നമ്മൾക്ക് സ്പീക്കിംഗ് ഒക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന 4 ആസ്പെക്ട്സ് ആണ് കേട്ടോ. റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, അതുപോലെ തന്നെ
ലിസണിങ് എന്നുള്ള ഇത്രയും സംഭവങ്ങളാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ സെഷൻസ് ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി അവർക്ക് ഒരു ട്രെയിനറിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അവർ വഴിയാണ് നമ്മൾ ഈ സംഭവം പഠിക്കുന്നത്. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ ഭയങ്കര സൂപ്പറൊന്നുമല്ല, അതുപോലെ തന്നെ വേറെ ആൾക്കാർക്ക് അതിനെക്കാളും കുറച്ചേ അറിയുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇവർ എൻട്രി ലെവൽ, അഡ്വാൻസ് ലെവൽ, സെക്കൻഡറി ലെവൽ എന്നുള്ള രീതിക്ക് തരം തിരിച്ചിട്ടാണ് നമുക്ക് ക്ലാസ് തരുന്നത്. പിന്നെ 9 to 11 ഇവരുടെ ട്യൂട്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനും സെഷൻസ് എടുക്കാനും ഒക്കെ നമുക്ക് ഇത് ഉപകാരമായിരിക്കും. പിന്നെ മെയിനായിട്ട് ഇവർ 2 month ഡ്യൂറേഷൻ ആണ് ക്ലാസ്സിന് പറയുന്നത്. ഞാനൊന്നും ഒരിക്കലും ക്ലാസ്സിൽ പോയിട്ട് അറ്റൻഡ് ചെയ്ത് കറക്റ്റ് സമയത്തൊന്നും ഒരു കോഴ്സ് ഒന്നും തീർക്കാറില്ല. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 6 മാസത്തെ ഒരു ഡ്യൂറേഷൻ അവർ തരുന്നുണ്ട്. അതിനുള്ള നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇവർ ഒത്തിരിയേറെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. നമ്മളുടെ എന്തോരം ഇംഗ്ലീഷ് നോളജ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ബാച്ചിലേക്ക് കാര്യങ്ങളൊക്കെ തിരിക്കുന്നത്. മെയിനായിട്ട് ഇവരുടെ ട്യൂട്ടേഴ്സ് നമ്മളെ വിളിച്ചിട്ട് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും. അങ്ങനത്തെ ഒത്തിരിയേറെ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് വളരെ സൂപ്പറായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഇത് യൂട്ടിലൈസ് ചെയ്യുക, ഈ ഒരു ആപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് താഴത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇനി ഈ ഒരു ബുക്ക് വായിച്ച് തീർക്കട്ടെ. ഞാൻ പകുതിയോളം എത്തിയിട്ടുണ്ട്. ഈ ഒരു ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. നിങ്ങൾക്ക് ഞാൻ ഇത് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യും. ആമസോണിൽ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ കിടന്നിട്ടാണ് ഞാൻ ഈ ബുക്ക് എടുത്തത്. അപ്പോൾ ഇതൊന്ന് വായിച്ച് തീർക്കട്ടെ, ഇത്തിരി നേരം ചില്ല് ചെയ്തിരിക്കട്ടെ. ബുക്ക് ഒരു 10-30 പേജ് ഞാൻ വായിച്ചു തീർത്തു കേട്ടോ. കുറേ നേരം അങ്ങനെ ഇരുന്ന് നമുക്ക് ഇഷ്ടമാണല്ലേ ബെഡിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ റൂമിൽ പോയിട്ടിരിക്കണം. കുറച്ചധികം നേരം അവിടെ ഇരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കണം. ഏകദേശം ഇപ്പോൾ ഒരു 1:30-2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കണം. പുറത്ത് മഴക്കാർ വെച്ചിട്ടുണ്ട് വല്ലാണ്ട്, അവിടെ ലൈറ്റ് ഇട്ടേക്കണം. മഴക്കാറുണ്ട്, ഇപ്പം അറിയാമല്ലോ എപ്പോഴും മഴയാണല്ലേ. മഴ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനും പറ്റില്ല. മഴയുടെ ശബ്ദം ഇങ്ങനെ പറഞ്ഞിട്ട് ഒച്ചതും കേൾപ്പിക്കണം. ഒരു മാതിരി ഒച്ചയായിരിക്കും വീഡിയോയിൽ മുഴുവനായിട്ട്. അപ്പം ഇങ്ങനെ നമ്മൾ സാധാരണ കണ്ടന്റ് വീഡിയോസ് ചെയ്യാൻ തരുന്നത്, അതിപ്പോൾ എന്തെങ്കിലും ഫാഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മഴയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം എടുക്കാനേ തോന്നൂല കേട്ടോ ഒന്നും. അപ്പം ഞാൻ ഈ ഭക്ഷണം കഴിക്കട്ടെ. എന്താണ്ടൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണാവും സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കട്ടെ. തോരനും കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഒന്ന് ഞാൻ ചോറുണ്ട്. ഞാൻ ചോറും ഇത്തിരി മസാലക്കറിയായിട്ട് എടുത്തത്. എനിക്ക് അങ്ങനെ വേറെ കുറേ പച്ചക്കറികളൊന്നും ഇഷ്ടമല്ല. എനിക്ക് മിക്കതും നോണാണ് ഇഷ്ടം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ട്, അതുപോലെ തന്നെ ചോറും ഉണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് വേഗം ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഇത്തിരി ഇങ്ങനെ കിടന്നുറങ്ങാനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാത്ത പരിപാടിയാണ് കേട്ടോ. എനിക്ക് സ്റ്റുഡിയോ ഞാൻ പൊക്കത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീടിൻ്റെ പൊക്കത്ത് എനിക്ക് ഒരു സ്റ്റുഡിയോയും ചേട്ടനും ഒരു തിയേറ്ററും പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റുഡിയോയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനി അവിടെയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, പെയിൻറ്റ് അടിക്കാനുണ്ട്. അപ്പോൾ അത് വിഷ്ണു ചേട്ടനുണ്ടെന്ന് എൻ്റെ കൊടുത്തി മാസ്ക് മാറ്റി കാണിച്ചു കൊടുക്കുക. ചേട്ടൻ ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണ് എന്നെ ഇങ്ങനെ പെയിന്റ് അടിക്കുന്ന കാര്യത്തിനും അതുപോലെ തന്നെ ബാക്കി ഇങ്ങനത്തെ ഓർഗനൈസേഷൻ കാര്യങ്ങൾക്കൊക്കെ ചേട്ടനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഇപ്പോൾ പെയിന്റ് മേടിക്കാൻ പോവാണ്. ഒരു പേസ്റ്റൽ ഷെയ്ഡ് പെയിന്റ് ആണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടും മേടിച്ചിട്ട് അല്ലേ ഞങ്ങൾക്ക് അടിക്കണം. പിന്നെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മസ്റ്റ് ആയിട്ട് മാസ്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് ചേട്ടനും കൊടുത്തൊരു മാസ്ക്. ഞാൻ ഈ മാമേർത്തിൻ്റെ മാസ്ക് ആയിട്ട് വെക്കുന്നത്. ഞാൻ കാണിച്ചു തന്നില്ല. അപ്പോൾ മാമേർത്തിൻ്റെ മാസ്ക് ആണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് പെയിന്റ് മേടിച്ചിട്ട് വരട്ടെ. ഞങ്ങളിത് ഷോപ്പിലെത്തി കേട്ടോ. തൊട്ട് സൈഡിലെ കട ചുമ്മാ വണ്ടി എടുത്തോണ്ട് പോന്നേക്കാം. ഇതാണ് ഷോപ്പ്. ഇതുണ്ടോ, ഇതാണ് ഷോപ്പ്. അപ്പോൾ നമുക്ക് പേസ്റ്റൽ കളേഴ്സ് പെയിന്റ് നോക്കാം കേട്ടോ. യെല്ലോ ഷെയ്ഡാട്ടോ എൻ്റെ മൈൻഡിലുള്ളത്. ഏകദേശം ഒരു പേസ്റ്റൽ യെല്ലോ ഷെയ്ഡ് എടുക്കണം നമുക്ക്. ഈ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് പെയിന്റ് കിട്ടി കേട്ടോ. 1 ലിറ്റർ പേസ്റ്റൽ യെല്ലോ കളറ് പെയിന്റ് എടുത്തു. പിന്നെ ബ്രഷും റോളറും മേടിച്ചല്ലേ? അതെ, ബ്രഷും റോളറും കൂടി ഞങ്ങൾ മേടിച്ചു. അപ്പോൾ പോയിട്ട് ഇനി സ്റ്റുഡിയോ ഒക്കെ ഒന്ന് പെയിന്റ് അടിക്കണം. മുഴുവനൊന്നും തീർക്കില്ല, ഇന്ന് എന്തായാലും കഴിയില്ല. അപ്പോൾ പറ്റാവുന്ന അത്രയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഇടട്ടെ ഒന്ന് പോയിട്ട് സ്റ്റുഡിയോ. ഇതാണ് അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്ന റൂം. അപ്പോൾ ഇനി കണ്ട പേപ്പറൊക്കെ വലിച്ചു കീറണം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭിത്തിയിൽ യെല്ലോ ഷെയ്ഡ് അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതും ഈ ഭിത്തിക്കല്ല യെല്ലോ ഉദ്ദേശിച്ചേക്കുന്നത്. ഞാൻ ഈ ഒരു ഭിത്തിക്കാണ് കേട്ടോ യെല്ലോ ഷെയ്ഡ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താവുമെന്ന്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഓർത്തുവിടാം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഈ പേപ്പർ റിമൂവ് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ ഈ ബോളിൻ്റെ അവസ്ഥ നല്ല പരിതാപകരമായിരിക്കും. കഴിഞ്ഞ ദിവസം പെയിന്റ് അടിച്ചിട്ടായിരുന്നു. അതിൻ്റെ പൊക്കത്തേക്കാണ് ഞാൻ ഈ പേപ്പറൊക്കെ ഒട്ടിച്ചേട്ടോ. ഞാനും സജീവൊക്കെ കൂടി പേപ്പർ ഒട്ടിച്ചാണ്. അപ്പോൾ ഇതിനി ഒന്ന് റിമൂവ് ചെയ്യട്ടെ മുഴുവൻ. ഞാൻ
ഞാനും വിഷ്ണു ചേട്ടനും കൂടിയിട്ട് ഈ പേപ്പർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ താഴത്ത് എടുത്ത് ഇട്ടു കേട്ടോ, കീറി പച്ച താഴെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൊണ്ടുപോയിട്ടൊന്ന് കത്തിക്കണം, അതാണ് അടുത്ത പരിപാടി. വിഷ്ണു ചേട്ടൻ പോയി, എന്തോ അർജന്റ് പരിപാടി വന്നിട്ട് വിഷ്ണു ചേട്ടൻ പോയി. അപ്പൊ എനിക്ക് ഇതൊക്കെ കൂടി എടുത്തൊന്ന് കത്തിക്കണം, അതാണ് അടുത്ത പരിപാടി. എത്ര കഷ്ടപ്പെട്ട് ഒട്ടിച്ചതാണെന്ന് അറിയാമോ ഈ സാധനം. ഈ മതിലിന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. ഇത് മുഴുവൻ പറിച്ചു കളിച്ച് താഴത്ത് കളഞ്ഞിട്ട് ആ ഒരു റെട്രോല് ബുക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ നിന്ന് ഒട്ടിച്ചതാണ്. ഇത് അത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു ഒട്ടിക്കാൻ വേണ്ടി. ജസ്റ്റ് 2-3-4-5 മിനിറ്റ് കൊണ്ടിട്ട് ഇതെല്ലാം കീറി പറിക്കാനായിട്ട് പറ്റും. പക്ഷെ നല്ല സങ്കടമുണ്ട്, ശരിക്കും മിസ് ചെയ്യാനുണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നല്ല സാരിലിന് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഈ സ്റ്റുഡിയോ ഒക്കെ നന്നായിട്ട് സെറ്റ് ആക്കണം എന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റുഡിയോ ടൂർ ഒക്കെ ചെയ്യണം. എന്നോട് ആരും സ്റ്റുഡിയോ ടൂറും റൂം ടൂറും ഒന്നും ഇപ്പൊ ചോദിക്കുന്നത് ഒന്നും ഇപ്പൊ ഉണ്ടാവില്ല. ലോക്ക്ഡൌൺ ആണ്, കുറേയേറെ സാധനങ്ങൾ മേടിക്കാനും കളക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോ കുറെ നാളെടുക്കുമല്ലോ അതൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പറ്റാവുന്ന കാര്യങ്ങളൊക്കെ വേഗം പണി കഴിച്ചിടാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വേറെ നല്ല നമ്മളെ ചവറൊക്കെ തീയിട്ടിട്ടായിരുന്നു, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ കത്തിച്ച് അതിന് കുറച്ചു നേരം വന്നിട്ടുണ്ട് എഡിറ്റ് ചെയ്തു കുറച്ച് വീഡിയോസ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഫോട്ടോഷൂട്ട് വ്ലോഗ്. അത് ഞാൻ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്തു കുറെ നേരം. അത് കഴിഞ്ഞ് നന്നായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ കുറച്ച് നേരം. പക്ഷെ അധികം നേരം കിടന്ന് ഉറങ്ങി ഞാൻ, മടിയായിരുന്നു ശരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സും ചായ ഒക്കെ മുടങ്ങി. ഇപ്പൊ ഞാൻ അടുക്കളയിൽ പോയിട്ട് കുറച്ച് കട്ടൻ ചായ എടുത്തോണ്ട് വന്നു. ഒന്ന് ചില്ലായിട്ട് ഇങ്ങനെ കട്ടൻ ചായയും കുടിച്ചിരിക്കാന്ന് വിചാരിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് എക്സർസൈസ് ചെയ്യണം. എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എൻ്റെ ഒരു ദിവസം ഉണ്ടാവട്ടെ. ഇപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ, സൈക്ലിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്തെങ്കിലും ചേട്ടനോട് ഷട്ടിൽ കളി ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടാകും എല്ലാ ദിവസവും. അപ്പോൾ ഇപ്പം ഈ ഒരു 2-3 ആഴ്ചയായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യമാണ് വർക്കൗട്ട് ചെയ്യാറുണ്ട്. സാധാരണ ഞാൻ സ്മിത ചേച്ചിയുടെ വീട്ടിൽ പോയാട്ടോ വർക്കൗട്ട് ചെയ്യുന്നത്. ചേച്ചിയുടെ വീടിന്റെ പൊക്കത്ത് ഏകദേശം ഇങ്ങനത്തെ മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചേച്ചി ഇന്ന് വീട്ടിലില്ല, ചേച്ചി ഇന്ന് എന്തോ ഒരു പരിപാടിക്ക് പോയേക്കുക. അപ്പൊ ഞാൻ ഇന്ന് വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചു. മിക്കവാറും ഞങ്ങൾ ഗ്രൗണ്ട് എക്സസൈസ് തന്നെയാണ് ചെയ്യാറ്. ക്ലോയിട്ടിങ്ങിന്റെ ചാനൽ നോക്കിയിട്ട് ഞങ്ങൾ എക്സസൈസ് ചെയ്യാറാണ് പതിവ്. അപ്പൊ ഞാൻ ഓർത്തു അത് നമുക്കിപ്പോൾ വീട്ടിലാണെങ്കിലും ചെയ്യാം. അപ്പൊ ഇന്നൊരു ദിവസം വെറുതെ കളയണ്ടെന്ന് ഓർത്തു. അപ്പൊ ഇന്ന് ഞാൻ വീട്ടിലിരുന്നാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ചായ ഒന്ന് സമാധാനത്തിരുന്ന് കുടിക്കട്ടെ, അത് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യാം. ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ ക്ലോയിട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ ഉണ്ട്. ആളുടെ വർക്കൗട്ട് വീഡിയോസ് നോക്കിയിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാറ്. ഞാനും ചേച്ചി അതെ അങ്ങനെ തന്നെയാണ് വർക്കൗട്ട് ചെയ്യാറ്. അപ്പോൾ ആദ്യം തന്നെ ആളുടെ ക്ലോയിട്ടിങ്ങിന്റെ വീഡിയോ എടുത്ത് വെക്കും. അതിൽ വാമപ്പ് സെക്ഷൻ മുഴുവനായിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആപ്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് എൻ്റെ കൈക്ക് വേണ്ടിയുള്ള ആം വർക്കൗട്ടും അതുപോലെ തന്നെ ആപ്സും ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ കാർഡിയോ ചെയ്യും. അവിടെ എക്യുപ്മെന്റ്സ് ഉള്ളതുകൊണ്ട് ചേച്ചിയുടെ അടുത്താൽ പോയി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ എക്യുപ്മെന്റ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിൽ കാർഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ ഒന്ന് ജസ്റ്റ് വാമപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആപ്സ് ഒന്ന് വർക്കൗട്ട് ചെയ്യും. പിന്നെ കൈക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കൗട്ടും പിന്നെ ഇത്തിരി സ്ട്രെച്ചിങ്ങും ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വർക്കൗട്ട് സെക്ഷനിലേക്ക് പോവാം. ഞാനിപ്പോൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനിപ്പം ഒരു 2-3 ആഴ്ചയായിട്ടുള്ളൂ ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഓരോ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ആപ്സ് ആണ് കുറയ്ക്കണമെങ്കിൽ ആപ്സിൻ്റെ വർക്കൗട്ട് നോക്കുക. പിന്നെ ഒരറിയാവുന്ന ആളോട് ഒരു പ്രാവശ്യം ചോദിക്കുക എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയമാണല്ലേ, മാക്സിമം നമുക്ക് ബോഡി ശ്രദ്ധിക്കാൻ പറ്റും. നമ്മൾ ഹോംലി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് പറ്റും, ഫിറ്റ് ആവാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവ് ആണ്. ഈ ക്ലോയിട്ടിംഗ് എന്ന് പറയുന്ന ലേഡിയുടെ വർക്കൗട്ട് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വയറാണെങ്കിലും ജസ്റ്റ് ഇഞ്ചസ് ഒക്കെ കുറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ എന്തോരം ദിവസം വർക്കൗട്ട് ചെയ്താലാണ് നമുക്കൊരു ഇത്തിരി ഇഞ്ച് കുറയുന്നത് എന്നുള്ളത്. അപ്പോൾ അതുപോലെ എനിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ എന്തായാലും തല നനച്ച് കുളിക്കാൻ പറ്റില്ല, ഇത്ര സമയം വരെ തലനീരൊക്കെ ഇറങ്ങും. അപ്പോൾ ഞാൻ മെയിൽ കഴുകിയിട്ട് ഓടിപ്പോയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വിശക്കുന്നുണ്ട് കേട്ടോ. രാത്രി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 2 ചപ്പാത്തിയും അതുപോലെ തന്നെ ജസ്റ്റ് എഗ്ഗ് ഒന്ന് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഉപ്പും കുരുമുളകും സവാളയും ഇട്ടിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. അതാണ്. പിന്നെ അതേ ബട്ടർ ഇട്ടിട്ടുള്ള ചപ്പാത്തി ഉണ്ട്. എനിക്ക് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ട്. അപ്പം ഇതാണ് ഞാൻ ഇന്ന് ഡിന്നറിന് കഴിക്കാൻ പോകുന്നത്. എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം രാത്രി എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് എൻജോയ് ചെയ്യട്ടെ. വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പം ഞാൻ ഫുൾ കഴിച്ച് തീർക്കട്ടെ. അതിനിടയ്ക്ക് എനിക്ക് തംബ്നെയിൽ എഡിറ്റ് ചെയ്യാനുണ്ട്. തംബ്നെയിൽ ഫുൾ എഡിറ്റ് ചെയ്യണം. നമ്മുടെ ഫോട്ടോഷൂട്ട് വ്ലോഗിന്റെ തംബ്നെയിൽ എഡിറ്റ് ചെയ്യാനുണ്ട്. അത് ചെയ്യണം. രണ്ടും ഒരുമിച്ച് പോകണം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം തീരും.
അപ്പോൾ ഞാൻ തമിഴിൽ എഡിറ്റ് ചെയ്യട്ടെ, കൂടെ ഭക്ഷണവും കഴിക്കട്ടെ കേട്ടോ. ചപ്പാത്തിയും സ്ക്രാമ്പിളൊക്കെ കഴിച്ചിട്ട് വേറെ അത്യാവശ്യം ഫില്ലായിട്ടോ, നന്നായിട്ട് ഫില്ലായി. ചപ്പാത്തി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിക്കോട്ടെ, ലഞ്ചിനായിക്കോട്ടെ, ഡിന്നറിനായിക്കോട്ടെ, എനിക്ക് ചപ്പാത്തി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് കഴിക്കും. അതുപോലെ തന്നെ എഗ്ഗും എനിക്ക് അത്ര ഇഷ്ടമാണ്. ഓംലെറ്റ് ഒക്കെ ആണെങ്കിൽ അത് മാത്രം ചിലപ്പോൾ ഞാൻ കഴിച്ച് സർവൈവ് ചെയ്യുവാണെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമാട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ എൻ്റെ വീട്ടിലോട്ട് വിളിക്കണമെങ്കിൽ എനിക്ക് നിങ്ങൾ ചപ്പാത്തിയും എഗ്ഗും ഒക്കെ തരിക കേട്ടോ. അതാണ് എൻ്റെ ഫേവറേറ്റ്. ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ കഴിച്ച് ഫില്ലായിട്ടുണ്ട്. ഇനി ഇപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പ്ലാനർ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി നാളെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ എഴുതി വെക്കണം. ശരിക്കും ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ജസ്റ്റ് അത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആദ്യം ജോട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നാളെ ചെയ്യേണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്, അതും കൂടി ചെയ്ത് വെക്കുക. ഒത്തിരിയേറെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ മൈൻഡിലൊന്നും നിൽക്കില്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് മറന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ എഴുതി വെക്കുന്നത്. എന്നിട്ട് ടു ഡു ലിസ്റ്റ് പോലെ ഞാൻ ടിക്ക് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണെങ്കിൽ നാളത്തെ ദിവസം എൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇന്നത്തെ ദിവസമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല നാളത്തെ ദിവസത്തിന്. അതാണ് പ്രത്യേകത കേട്ടോ. ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിരിക്കും ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളത് കണ്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. എനിക്കപ്പോൾ ഇനി തംബ്നെയിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എനിക്ക് ഇനി അത് എഡിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇനി പ്ലാനർ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇനി നന്നായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അതാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. നന്നായിട്ട് കിടന്ന് ഉറങ്ങണം, എന്നാലും നാളേക്ക് നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. നാളെ ഞാൻ ലേറ്റ് ആക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എണീക്കാനേ തോന്നത്തില്ല രാവിലെ. അല്ലെങ്കിൽ ഞാൻ രാവിലെ വർക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് നടക്കണ കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നല്ല സുഖമായിട്ട് രാവിലെ 9 മണിയുടെ കിടന്ന് ഉറങ്ങാൻ അത്രയും സുഖമാണ്. ഇവൻ 10 മണി 12 ആയാലും ഞാൻ കിടന്ന് ഉറങ്ങും. അത്രയും എനിക്ക് ഇഷ്ടമായി ഇപ്പോൾ രാവിലെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പോയി ഇതിൻ്റെ പണികളൊക്കെ കഴിച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കാണ്ട്, ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ നിങ്ങൾ കുറേ പേരോട് ചോദിക്കും എന്താണ് വീട്ടുകാരെ കാണിക്കാത്തതെന്ന്. എല്ലാവരെയും കൂടി കാണിച്ച് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സിങ്ങിൻ്റെ അന്ന് നമുക്ക് എല്ലാവരെയും കാണാം. എൻ്റെ ഫാമിലിനെ പറ്റി കൂടുതൽ അറിയാം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.